ഇപ്പോൾ ഈ ഷീ ടാക്സി, പിങ്ക് ടാക്സി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പുരോഗമനമായിട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതെങ്ങനെ പുരോഗമനമാകുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ടാക്സി, സ്ത്രീകൾ ഓടിക്കുന്നു, സ്ത്രീകൾ കയറുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മെയിൻ സ്ട്രീമിൽ ഒരിക്കലും ഇടപെടാൻ കഴിയില്ല എന്ന് നിങ്ങളൊരു പ്രസ്താവന നടത്തുകയാണ്. ദാറ്റ് ഇസ് യുവർ ഡിക്ലറേഷൻ. ദേ നീഡ് സ്പെഷ്യൽ പ്രിവിലേജ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, സോ ദേ റിമെയിൻ പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോർ എവർ. എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതിനിങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അവസാന കാലം വരെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ദേ നെവർ ലിബറേറ്റ് ദംസെൽസ്. ഇങ്ങനെ കുറെ ടാക്സികൾ ഇപ്പൊ ഇതേപോലെ കണ്ടിട്ടുണ്ട്. രാത്രി നടത്ത കുറെ പോലീസുകാരും കുറെ ക്യാമറയൊക്കെ ആയിട്ട് കുറെ പേര് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യം വരുന്ന ഇംപ്രഷൻ എന്താണ്? സ്ത്രീകളുടെ നടത്ത രാത്രി. ഇത് സിംബോളിക്കാണ്. പക്ഷെ അതിന്റെ സന്ദേശം എന്താണ്? അതിന്റെ പ്രാഥമിക സന്ദേശം സ്ത്രീകൾക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നുള്ളതാണ്. ഇതിപ്പോ നടത്തി കാണിക്കുകയാണ്. ഇത് പോലീസ് പ്രൊട്ടക്ഷനും ക്യാമറയുടെ വെള്ളി വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്ന ആ നടത്ത അല്ല മറ്റേ നിർണായക സാഹചര്യങ്ങളിൽ രാത്രി ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു തലത്തിലേക്കാണ് സമൂഹം വളരേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ ഷോകൾ നടത്തുന്ന തലത്തിലേക്കല്ല. ആ ഷോകൾ റിഗ്രസീവാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോരുത്തരെയും ചെവിക്ക് പിടിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, രാത്രി സഞ്ചരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ നടന്ന് കാണിക്കുക. ഇങ്ങനെയല്ല നടന്ന് കാണിക്കേണ്ടത്. നിങ്ങൾ ആ നടത്തം നടക്കുന്നില്ല. അതേപോലെയുള്ള ചില സന്ദേശങ്ങളാണ് ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ട് ചെയ്ത് ഈ കടാപ്പുറത്ത് കിടന്ന് മരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. പ്രൊട്ടക്ട് ചെയ്ത ഒരാളെ നമ്മൾ ലിബറേറ്റ് ചെയ്തിട്ടില്ല. യു ക്യാൻ നെവർ ലിബറേറ്റ് എ പേഴ്സൺ ബൈ പ്രൊട്ടക്ടിങ്. എന്ന് വെച്ചാൽ ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ല, വൃദ്ധന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചില സ്പെഷ്യൽ കേസുകളിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ചലിക്കാൻ പറ്റാത്ത, ഇനിയിപ്പോൾ ഞാൻ തന്നെ എനിക്കിപ്പോൾ ഒരു വയറ് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഐ നീഡ് സംരക്ഷണം വേണ്ടി വരും. അതല്ല, പൊതുവായുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില അല്ലാതെയുള്ള കേസുകളിൽ അങ്ങനെയുള്ള ആൾക്കാർ പ്രൊട്ടക്ഷൻ വേണ്ടി വരും. പക്ഷെ അതൊരിക്കലും കൺസിസ്റ്റന്റ് ആകാൻ പാടില്ല. അതുകൊണ്ട് ഗുണമില്ല, അവർക്കും ഇല്ല, നമുക്കും ഇല്ല.